യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ഇൻട്രോ എന്ന് പറയുന്നത് സാധാരണ എന്റെ വീട്ടിലെ ഇൻട്രോ എന്നല്ല, വേറൊരു സ്ഥലത്താണുള്ളത്. ചിലപ്പോൾ ഇത് കാണുമ്പോൾ നേരത്തെ ഹംപിയാണോ അങ്ങനെ സംശയം വരും. കാരണം ആ സ്ട്രക്ചറിന് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിന്റെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ എന്റെ ഇൻട്രോ എടുക്കുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരാൻ പറ്റുന്ന മൈസൂർ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലമായിരിക്കും മൈസൂർ. അപ്പൊ മൈസൂരിൽ നിന്ന് ഇത് മൈസൂരാണ് ആക്ച്വലി ഉള്ളത്. പക്ഷെ പ്രോപ്പർ മൈസൂരല്ല, സിറ്റിക്കകത്തല്ല, സിറ്റിയിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് വരാനുണ്ട്. അതായത് മൈസൂരിൽ ഒരു 25 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്താലാണ് നമ്മൾ ഈ ടെമ്പിളിലെത്തുക. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടെമ്പിളിന്റെ മുന്നിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇത് ഫുൾ ഇതിന്റെ സറൗണ്ടിങ്സ് മൊത്തം KRS ഡാം അല്ലെങ്കിൽ KRS റിസർവ്, കൃഷ്ണരാജസാഗര റിസർവോയറിന്റെ ചുറ്റുമാണ് ഈ ടെമ്പിളിൽ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസിൽ പോകുമ്പോൾ തന്നെയാണ് ഫീൽ ചെയ്യുക. ഈ ടെമ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി 12th സെഞ്ചുറിയിൽ ബിൽഡ് ചെയ്തൊരു ടെമ്പിളാണ്. അന്നേരേ ഉണ്ടായ ടെമ്പിളാണ്. പക്ഷെ ഇത് കുറെ നാളായിട്ട് വെള്ളത്തിന്റെ അടിയിൽ, ഇത് ഫുൾ വാട്ടർ സറൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിന്റെ അടിയിൽ സബ്മേർജ്ഡ് ആയിട്ടാണ് കുറെ നാളുണ്ടായത്. അപ്പൊ ഏർലി 2000-ലാണ് പിന്നെ ഇതിനെ റിനോവേറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ സ്ഥിതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞത് മൈസൂരിൽ നിന്ന് ഏകദേശം ഒരു 1/4 മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തുന്ന ശ്രീ വേണുഗോപാല സ്വാമി ടെമ്പിൾ എന്ന് പറയുന്ന അമ്പലത്തിനെ പറ്റിയിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 12th സെഞ്ചുറിയിൽ ഉണ്ടായ ഈ അമ്പലം വെള്ളത്തിൽ സബ്മേർജ്ഡ് ആയിട്ടുള്ള പിക്ചേഴ്സും അതുപോലെ തന്നെ മുന്നേ ഉണ്ടായതും ഇപ്പോഴുണ്ടായതിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ആ ഫോട്ടോസൊക്കെ അമ്പലത്തിൻ്റെ അകത്തുണ്ട്. പക്ഷെ അമ്പലത്തിൻ്റെ അകത്ത് നമുക്ക് ഫോട്ടോസ് അലൗഡ് അല്ല. ഇവരാണ് നമ്മളെ കസിൻസ്. അതായത് നിങ്ങൾ എപ്പോഴും എന്നെയും കണ്ണനെയും മാത്രമല്ലേ കാണുന്നില്ലോ. ഇപ്രാവശ്യം ഒരു ചേഞ്ച് ആയിക്കോട്ടെ. കാരണം ഞങ്ങളെ കസിൻസ് നമ്മളെ വിസിറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് എന്നാൽ പിന്നെ മൈസൂർ പോകാമെന്നുള്ളത്. യൂഷ്വലി മൈസൂർ എന്ന് പറയുമ്പം എല്ലാവരും പോകുന്ന സ്ഥലമാണ് മൈസൂർ പാലസ്, സൂ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാ പ്രാവശ്യവും നമ്മൾ അവിടെയല്ലേ പോകുന്നത്, ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി ആയിട്ട് ഇത്രയും കാം ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തിനാ അത് മിസ് ചെയ്യുന്നതെന്ന്. അമ്പലത്തിനെ പറ്റിയിട്ട് ആപ്പൂസിന് എന്നാണ് അഭിപ്രായം? നല്ലൊരു അമ്പലം, വളരെ നല്ലൊരു അമ്പലം. വളരെ നല്ല അമ്പലമായിരുന്നു. അല്ല, അങ്ങനെയല്ല, ഭയങ്കര കാമായിട്ടുള്ള ഒരു. ഇത് ഇത്ര 12th സെഞ്ചുറിയിൽ ഉണ്ടായ ഒരു അമ്പലമാണെന്ന് കണ്ടേ ഞാൻ മനസ്സിലാവും. അതിന്റെ അകത്ത് പിക്ചേഴ്സ് കാണുമ്പോൾ തിരിയുന്നുണ്ട്, അല്ലാണ്ട് നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു അമ്പലല്ലേ. പിന്നെ അകത്ത് അങ്ങനെ ആരും അങ്ങനെ പോകാനൊന്നും അങ്ങനെ ഇരിക്കാനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് എനിക്കൊന്നും. പിന്നെ ഓഫറിങ്സ് ഒന്നും വേണ്ട, ക്ലീൻ ആണ്. അങ്ങനെ നമ്മൾ കുറച്ചധികം സമയം അമ്പലത്തിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയത്. ഏതായാലും രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അധികം കാര്യമായി കഴിച്ചില്ല. കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഹെവി ആയിട്ട് അത്യാവശ്യം കഴിക്കണമായിരുന്നു, അത്രയ്ക്ക് വിശപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോയത് പൂജാരീസ് ഫിഷ് ലാൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് ഹൈവേയിൽ തന്നെ വരുന്ന റെസ്റ്റോറൻറ്റാണ്. നമ്മൾ മുന്നേ ഇതിൻ്റെ കുറച്ച് വീഡിയോസും അങ്ങനെ ആൾക്കാരുടെ അടുത്ത് നിന്ന് നല്ല റിവ്യൂസും കണ്ടുകൊണ്ടാണ് നമ്മൾ അവിടത്തേക്ക് തന്നെ ചൂസ് ചെയ്തത്. അവിടെ എത്തിയപ്പോൾ അത് വേറെ തന്നെ ഒരു ലോകം പോലെയാണ് തോന്നിയത്. കാരണം അവിടുത്തെ ഒരു ചുറ്റുപാടും അതുപോലെ തന്നെ ആ ഒരു ആർക്കിടെക്ചറൊക്കെ ഭയങ്കര ട്രഡീഷണലി കുറച്ച് റൂട്ടഡ് ആയിട്ട് തോന്നി. കാരണം അവിടുത്തെ ആർക്കിടെക്ചർ മാത്രമല്ല, അവിടെ ഇതുപോലെ പശുവും അതുപോലെ തന്നെ അവിടെ ഉണ്ടായ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കൂടി ഒരു ഭയങ്കര നല്ലൊരു വൈബായിരുന്നു അവിടെ എത്തിയപ്പം നമുക്ക് കിട്ടിയത്. പിന്നെ അവിടെ മൊത്തത്തിൽ അവർ അറേഞ്ച് ചെയ്ത രീതിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നല്ല പാർക്കിംഗ് സ്പേസും ഉണ്ട്. അത് എടുത്ത് പറയേണ്ട കാര്യമാണ്. ഹൈവേൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ്, ഇത്രയും വലിയ റെസ്റ്റോറൻറ്റ് വരുമ്പം പാർക്കിങ്ങിൻ്റെ ഇഷ്യൂസ് പൊതുവേ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യമേ അവിടെ ഇല്ല. കാരണം വലിയൊരു ഏരിയ തന്നെ പാർക്കിങ്ങിനായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഈ ഇഗ്വാനയും അതുപോലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ കുറേ നേരം നോക്കി, കാരണം അത് അനങ്ങാതിരിക്കുകയാണ്, അതിന് ജീവനില്ലതാണോ എന്നൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ കുറേ നേരം നോക്കിയപ്പോൾ അതിൻ്റെ കണ്ണൊന്ന് അനങ്ങി, അപ്പോൾ അത് ജീവനില്ല തന്നെയാണെന്ന് അങ്ങനെയാണ് ഉറപ്പ് വരുത്തിയത്. മൊത്തത്തിൽ പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്തിയപ്പോൾ ഭയങ്കര, ഇത് പുറത്തുനിന്നുള്ള വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അത് മാത്രമല്ല അതിൻ്റെ പുറത്ത് ഇതുപോലെ തന്നെ കുറച്ച് വിൻറ്റേജ് കാർസിൻ്റെയും ഒരു കളക്ഷൻ ഉണ്ട്. കാർസിൻ്റെ മാത്രമല്ല ബൈക്കിൻ്റെയും കൂടി കളക്ഷൻ ഉണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കാണുമ്പം ഒരു ചൈനീസ് ടൈപ്പ് ഓഫ് അവരെ ഒരു സ്ട്രക്ചർ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ അവിടെ ഒരുപാട് ചെടികളും ഒരുപാട് അങ്ങനത്തെ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസും കാണാനുണ്ട്. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഇങ്ങനെ വെറുതെ പോയി ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല, നമുക്ക് കുറച്ചധികം സമയം നമുക്ക് അവിടെ പുറത്തൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറത്ത് ഈ പറയുന്ന പോലെ കാറും ബൈക്കും ചെടിയും പശുവും ഒക്കെ കണ്ടുവരുമ്പം തന്നെ ഒരു സമയം എടുക്കും. അങ്ങനെ നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ ഈ കാണുന്നതാണ് അവിടുത്തെ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞാൽ. അതും അവർക്ക് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. ഫാമിലി വേറെ തന്നെ ഇരിക്കാൻ, അല്ലെങ്കിൽ ലിക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട്, പിന്നെ ബാർസും അങ്ങനത്തെ അവൈലബിൾ ആയിട്ട് വേറെ തന്നെ ഒരു സെക്ഷൻ കണ്ടു. അപ്പോൾ അങ്ങനെ ഒരുപാട് സെക്ഷൻ തിരിച്ചിട്ട് അവൈലബിൾ, നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആവുന്ന അതിനനുസരിച്ചിട്ട് പോയിട്ട് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളൊരു ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആയിട്ട് എനിക്ക് തോന്നി. നമ്മൾ
ഏകദേശം അവിടെ എത്തിയത് ഒരു 12:30 ആ ഒരു സമയത്താണ്. പക്ഷെ അധികം വെയിറ്റിംഗ് പീരീഡോ അങ്ങനെ നമുക്കധികം വെയിറ്റിംഗ് ടൈമൊന്നും എടുത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഇരിക്കാൻ ടേബിളൊക്കെ കിട്ടി. പിന്നെ നമ്മൾ ഭയങ്കര ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് വാങ്ങണ്ടേന്നുള്ളതിൻ്റെ ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഏതായാലും അവിടെ ഫിഷ് ഐറ്റംസാണ് കൂടുതലായിട്ട് എല്ലാവരും വാങ്ങുന്നതും അതിനാണ് എല്ലാവരും അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെ അധികം ചിന്തിക്കൊന്നും ചെയ്തില്ല. കുറച്ച് ഫിഷ് ഐറ്റംസ് ഓർഡർ ചെയ്ത് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തത് പ്രോൺസ് ഗീ റോസ്റ്റും അതുപോലെ തന്നെ നീർദോശയായിരുന്നു. അത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനായിരുന്നു. കാരണം നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല മസാലയ്ക്കുള്ള ഗീൻ്റെ ഫ്ലേവർ കുറച്ചധികം നിൽക്കുന്ന പ്രോൺസ് റോസ്റ്റ് ആയിരുന്നു ഇത്. നീർദോശയാണെങ്കിൽ ഇങ്ങനെ വായിലിടുമ്പോൾ അലിഞ്ഞു പോകുന്ന പോലത്തെ നല്ല നീർദോശയായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ ഭയങ്കര നല്ലതായിരുന്നു. അതിനുശേഷം നമ്മൾ പിന്നെ ഓർഡർ ചെയ്തത് ബോയിൽഡ് റൈസും അതുപോലെ തന്നെ അഞ്ചൽ ഫിഷ് കറി ആയിരുന്നു, മാംഗ്ലൂർ സ്റ്റൈൽ ഫിഷ് കറി. അതും നല്ല കറി തന്നെയായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ പ്രോൺസ് ഗീ റോസ്റ്റ് തന്നെയായിരുന്നു. അതും നീർദോശയും കൂടി കഴിക്കുമ്പോൾ ഭയങ്കര നല്ല, നമ്മൾ ഒന്നാമത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശന്നിട്ടാണ് പോയത്. അതുകൊണ്ട് ആദ്യം തന്നെ അത് കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, അതിനോട് ഭയങ്കര ഒരു സ്പെഷ്യൽ ഇഷ്ടം തോന്നി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു മൊത്തത്തിൽ എല്ലാം. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ അവിടുത്തെ നല്ല അടിപൊളി ലഞ്ചും കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് പയാന കാർ മ്യൂസിയത്തിലേക്കാണ്. ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് വളരെ അടുത്താണ് ഈ പയാന കാർ മ്യൂസിയം എന്ന് പറയുന്നത്. ഇത് ഹൈവേയിൽ തന്നെ വരുന്നൊരു കാർ മ്യൂസിയമാണ്. അവിടെ നമ്മൾ എത്തുമ്പോഴേക്കും ഏകദേശം ക്ലൈമറ്റൊക്കെ ഇങ്ങനെ മഴ പെയ്യാൻ പോകുന്നൊരവസ്ഥയിലായിരുന്നു. അത് നമ്മൾ പെട്ടെന്ന് അകത്തൊക്കെ കയറി. ഒരാൾക്ക് അവിടെ ചാർജ് വരുന്നത് 75 റുപ്പീസാണ് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ വീക്കെൻഡ് പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഈ പറഞ്ഞ പയാന കാർ മ്യൂസിയത്തിലും അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് ടിക്കറ്റൊക്കെ എടുത്ത് കയറിയതിന് ശേഷം അതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ അതിൻ്റെ അകത്ത് ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഏകദേശം എത്ര സമയം എടുക്കും അല്ലെങ്കിൽ എന്തൊക്കെ കാണാനുണ്ട് എന്നൊക്കെ ഏകദേശം ഒരു ഓവർവ്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പിന്നെ ഇത് ഓൺ ചെയ്യുന്നത് ആക്ച്വലി വീരേന്ദ്ര ഹെഗഡെ. അവരുടെ ഒരുപാട് കാർസും, അതായത് അവർ യൂസ് ചെയ്തതും കളക്ട് ചെയ്തതുമായിട്ടുള്ള കാർസ് അതിൻ്റെ അകത്തുണ്ട്. അതായത് ഓരോ കാർ അല്ലെങ്കിൽ അവർ യൂസ് ചെയ്തതാണോ അല്ലെങ്കിൽ ആരാണ് യൂസ് ചെയ്തത്, ആരാണ് കളക്ട് ചെയ്തത് എന്നുള്ളതിൻ്റെ പ്രത്യേകം ബോർഡ്സും നെയിം ബോർഡ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിൽ മോസ്റ്റ്ലി ഞാൻ വായിച്ചതിൽ കൂടുതലും ഈ ഹെഗഡേൻ്റെ കാർസാണ് അതിൻ്റെ അകത്ത് ഉള്ളത്. നിങ്ങളൊരു കാർ ലവറാണ് അല്ലെങ്കിൽ കാറ് ഇതുപോലത്തെ വിൻറ്റേജ് കാർസൊക്കെ കാണാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഈ മ്യൂസിയം മിസ് ചെയ്യേണ്ട. കാരണം ഒരുപാട് പഴയ കാർസും അതുപോലെ തന്നെ ഞാനൊന്നും ഇതുവരെ കാണാത്ത ടൈപ്പ് ഓഫ് കാർസൊക്കെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിലെ മോസ്റ്റ്ലി എല്ലാ കാർസും പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്. അപ്പം അവരതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, ഏത് കാലഘട്ടത്തിൽ യൂസ് ചെയ്തതാണ്, അല്ലെങ്കിൽ ആരാണ് ഇത് യൂസ് ചെയ്തത്, ആരാണ് ഇത് കളക്ട് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് വേറെ തന്നെ അതിനൊരു നെയിം ബോർഡ് പോലെ വെച്ചിട്ടുണ്ട്. പിന്നെ കാറ് മാത്രമല്ല കേട്ടോ, അവിടെ ഒരു ബൈക്സിൻ്റെ ഒരു ചെറിയൊരു കളക്ഷനും ഉണ്ട്. അതുപോലെ തന്നെ ട്രക്കും, മിലിറ്ററി ട്രക്ക്, പഴയ ലോറി അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ ടാക്സി, കൊൽക്കത്തയിലൊക്കെ ഉണ്ടാവുന്ന ടാക്സി. പിന്നെ എനിക്ക് ആകെ അവിടെ അറിയുന്ന ഒരു കാറ് അംബാസിഡർ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ കുറേ വേരിയേഷൻസ് പോലെയുള്ള കാർസും ഒക്കെ അവിടെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എനിക്ക് തോന്നി ഇപ്പോഴത്തെ കാറിൻ്റെ കളറിനേക്കാളും ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സ് പഴയ കാറിന് ഉണ്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഭയങ്കര വെറൈറ്റി കളേഴ്സിലുള്ള കാർസും ഉണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 2 മണിക്കൂർ എന്തായാലും സ്പെൻഡ് ചെയ്യുക. ഇത് ഏകദേശം 2 നിലയോളം ഈ കാറും ബൈക്കും എല്ലാ മ്യൂസിയം പോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ധർമ്മസ്ഥലയിലെ മഞ്ജുഷ മ്യൂസിയത്തിൻ്റെ ഒരു മിനി വേർഷനും അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അതിൽ നമ്മൾ മോസ്റ്റ്ലി പണ്ടൊക്കെ കാണുന്ന ഏകദേശം എല്ലാ മ്യൂസിയത്തിലും പോയി കഴിഞ്ഞാൽ കാണുന്ന പഴയ ആൾക്കാർ ഉപയോഗിച്ച ഒരുപാട് പാത്രങ്ങളും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് മ്യൂസിയം ആയിരുന്നു. അതൊരു ചെറിയൊരു പോർഷൻ മാത്രമാണുള്ളത്. അതിൻ്റെ കൂടെ ഇങ്ങനെ ഉപയോഗിച്ച പാത്രങ്ങൾ അല്ലെങ്കിൽ അന്നേരം അവർ യൂസ് ചെയ്ത വെപ്പൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ അത് കൂടാതെ കുറേ പെയിൻറ്റിങ്സും ഉണ്ട്. പെയിൻറ്റിങ്സ് ഒരുപാടുണ്ടെങ്കിലും അതിൽ മോസ്റ്റ്ലി ഉള്ളത് രവിവർമ്മേൻ്റെ പെയിൻറ്റിങ്സ് ആണ്. അങ്ങനെ അവിടുന്ന് മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ നേരെ പോയത് മൈസൂരിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രലിലേക്കാണ്. അവിടെ എത്തുമ്പോഴേക്കും അത്യാവശ്യം മഴയ്ക്കുള്ള നല്ലൊരു സ്കോപ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിത് കണ്ട് 1-2 ഫോട്ടോസ് എടുക്കുമ്പോഴത്തേക്കും നല്ല മഴ പെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം നല്ല മഴയായിരുന്നു. ഓൾറെഡി കുറച്ച് നേരത്തെ മഴയുടെ ഒരു കാലാവസ്ഥയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ പിന്നെ കുറച്ചധികം സമയം പിന്നെ അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ പിന്നെ കുറച്ച് ഈവനിങ് സ്നാക്ക് പോലെ മസാല
മസാലദോശയും വടയൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇതാണ് എൻ്റെ ഒരു വീക്കെൻഡ് വ്ളോഗ് വിത്ത് കസിൻസ് എന്നൊക്കെ പറയാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.